ഉണ്ണികൃഷ്ണൻ പോറ്റി ജയിൽ മോചിതനായി പുറത്തേക്ക് വരികയാണ്. പുറത്തേക്ക് വന്ന് കാറിൽ കയറുന്നു. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ പ്രധാന പ്രതി, ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി, എല്ലാത്തിന്റെയും സൂത്രധാരൻ ഉണ്ണികൃഷ്ണൻ പോറ്റി. 90 ദിവസം കഴിഞ്ഞു. കുറ്റപത്രം സമർപ്പിച്ചില്ല SIT. സ്വാഭാവിക ജാമ്യം തേടി പുറത്തിറങ്ങി വരികയാണ്. ദേവൻ വിവരങ്ങളുമായിട്ടുണ്ട്. ദേവൻ, അങ്ങനെ സ്വാഭാവിക ജാമ്യമൊക്കെ തേടി ഉണ്ണികൃഷ്ണൻ പോറ്റി ജയിലിൽ നിന്നും പുറത്തിറങ്ങി കാറിൽ കയറി പോകുന്നു. വിവരങ്ങൾ തീർച്ചയായും ചെയ്തു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ ഒന്നാം പ്രതിയും അല്ലെങ്കിൽ കേസിലെ മുഖ്യ ആസൂത്രകനെന്ന് അന്വേഷണ സംഘവും ഒക്കെ പറഞ്ഞ ഉണ്ണികൃഷ്ണൻ പോറ്റി ജയിൽ മോചിതനായി പുറത്തേക്ക് ഇറങ്ങുന്ന ആദ്യ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ജയിൽ മോചിതനായി ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി കുടുംബാംഗങ്ങളോടൊപ്പം തിരുവനന്തപുരത്തെ വീട്ടിലേക്ക് മടങ്ങുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും. ഏതെങ്കിലും തരത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഒരു വ്യക്തതയില്ല. പക്ഷേ കൃത്യമായി ജാമ്യ ഉപാധികളിൽ അടക്കം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിൽ മാധ്യമങ്ങളോട് ഒരു തരത്തിലും പ്രതികരണം പാടില്ല കാര്യങ്ങളെല്ലാം തന്നെ നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഏതായാലും അറസ്റ്റിലായി 90 ദിവസത്തിന് ശേഷം കുറ്റപത്രം സമർപ്പിക്കാത്തതിനെ തുടർന്നാണ് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വാഭാവിക ജാമ്യം തേടി ഇപ്പോൾ ജയിലിന് പുറത്തേക്ക് വന്നതിന് മുൻപ് ദ്വാരപാലക കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നേരത്തെ തന്നെ ജാമ്യം ലഭിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കട്ടളപ്പാളി കേസിൽ കൂടി കേസ് നിലനിൽക്കുന്നതിനാൽ തന്നെയും ജയിൽ മോചിതരാകാൻ കഴിയില്ല. ഇന്ന് ജാമ്യാപേക്ഷ പരിഗണിച്ച കൊല്ലം കിങ്സ് കോടതിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യം അനുവദിച്ചുകൊണ്ട് ഉത്തരവിറക്കി. ഇതോടെയാണ് ഈ രണ്ട് കേസിലും ഇപ്പോൾ ജയിൽ മോചിതനായിക്കൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോൾ ജയിലിന് പുറത്തേക്ക് വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ ശബരിമല സ്വർണ്ണക്കൊലയിലെ ഒന്നാം പ്രതി ഒപ്പം തന്നെ കേസിലെ മുഖ്യ ആസൂത്രകൻ എന്ന് അന്വേഷണ സംഘവും ഒക്കെ പറഞ്ഞിരുന്ന പ്രതിയാണ് ഇത്തരത്തിൽ ജാമ്യം ലഭിച്ച് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഒരുപക്ഷെ ഈ SITയുടെ അന്വേഷണത്തിൽ നിന്ന് അല്ലെങ്കിൽ SITയുടെ അന്വേഷണം നടക്കുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ജയിലിന് പുറത്തേക്ക് എത്തുന്നുണ്ടെങ്കിൽ പോലും ഇനിയിപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ അടക്കം എടുത്ത കേസുകളുണ്ട്. അതിന്റെ എല്ലാം ചില നടപടിക്രമങ്ങൾ ഞാൻ അതിലേക്ക് വരികയായിരുന്നു ദേവൻ. കാരണം ഇതിപ്പോ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ജയിൽ മോചിതനായി പുറത്തിറങ്ങാൻ കാത്തിരിക്കുകയാണ് ED. പല കാര്യങ്ങളിലും വ്യക്തത വരേണ്ടതുണ്ടെന്ന് ED പറയുന്നു. ഇന്നിപ്പോ ഈ പലരെയും ചോദ്യം ചെയ്തു വരുന്നു. മുരാരി ബാബുവിനെ ചോദ്യം ചെയ്ത് വിട്ടു, സുധീഷ് കുമാറിനെ ചോദ്യം ചെയ്യുന്നു. ഇനി ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്കാണ് ED നീങ്ങുന്നത്. അതിന്റെ എന്തെങ്കിലും തുടർ നീക്കങ്ങൾ ഇനിയിപ്പം നാളെയോ മറ്റന്നാളോ ഒക്കെ ചോദ്യം ചെയ്യാനുള്ള സാധ്യതയുണ്ടോ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ? തീർച്ചയായും ഇനിയിപ്പോൾ അത്തരത്തിലൊരു നീക്കമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ ഈ കേസിൽ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ബന്ധപ്പെട്ടുകൂടിയാണ് ഇനി അത്തരത്തിലൊരു നീക്കം നടപടിക്രമങ്ങളാണ് ഇനി നമുക്ക് കാണാൻ കഴിയുക. അത് ഇപ്പോൾ ഉടൻ തന്നെ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇത്തരത്തിലൊരു നീക്കം ED നടത്തുന്നുണ്ട് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല മുൻപ് തന്നെ വീട്ടിലെത്തി പരിശോധനകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. ഈ ചില രേഖകളൊക്കെ തന്നെ ഈ ഇടപാടുകൾ വസ്തു ഇടപാടുകൾ സംബന്ധിച്ചുള്ള രേഖകളെല്ലാം തന്നെ അവിടെ നിന്നും ED കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബാങ്ക് അക്കൗണ്ടുകളെല്ലാം തന്നെ മരവിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത്തരത്തിലുള്ള നടപടിക്രമങ്ങളെല്ലാം തന്നെ ED ആദ്യഘട്ടം എന്ന രീതിയിൽ പൂർത്തിയാക്കുന്നുണ്ടായിരുന്നു. ഇനി ഒരുപക്ഷെ കൂടുതൽ ചോദ്യം ചെയ്യൽ ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നേരിട്ട് മൊഴിയെടുക്കം അടക്കമുള്ള നടപടികളുണ്ട്. ഇതിനു മുമ്പ് SITയോട് ഇത്തരത്തിൽ ശബരിമല സ്വർണ്ണ കേസിലെ മുഴുവൻ പ്രതികളുടെയും മൊഴി ആവശ്യപ്പെട്ടുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കത്ത് നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ മൊഴി ഇതുവരെയും പൂർണ്ണമായും നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്നും നേരിട്ട് വിവരങ്ങൾ ശേഖരിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഈ പ്രത്യേകിച്ചും കട്ടളപ്പാളി അടക്കമുള്ള ശബരിമലയിലെ വസ്തുക്കൾ, സ്വർണ്ണാഭരണങ്ങൾ അല്ലെങ്കിൽ സ്വർണ്ണ വസ്തുക്കളെല്ലാം തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് എത്തിച്ചു എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ കണ്ടെത്തിയ സ്ഥിതിക്ക് ഏതെങ്കിലും തരത്തിലുള്ള പണമിടപാടുകൾ ആ തരത്തിൽ നടന്നിട്ടുണ്ടെങ്കിൽ അതൊരു അന്തർ സംസ്ഥാന ഇടപാടാണ്. ദേവനിലേക്ക് മടങ്ങിയെത്താം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അങ്ങനെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ ഒന്നാം പ്രതി മുഖ്യ സൂത്രധാരനായ ഉണ്ണികൃഷ്ണൻ പോറ്റി രണ്ട് കേസിലും സ്വാഭാവിക ജാമ്യം തേടി ഇന്ന് സ്വാഭാവിക ജാമ്യം ലഭിച്ചിരുന്നു. അതിനുശേഷം ജയിൽ മോചിതനായി പുറത്തിറങ്ങി കുടുംബാംഗങ്ങൾക്കൊപ്പം വീട്ടിലേക്ക് പോയി. ഉപാധികളുണ്ട്. കോടതി ഉപാധികളോടെയാണ് ജാമ്യമൊക്കെ അനുവദിച്ചിരിക്കുന്നത്. SITയുടെ അന്വേഷണം ഒരു വശത്ത് തുടരുന്നുണ്ട്. അതിനൊപ്പം തന്നെ ED കൂടി ഈ കേസിലേക്ക് വന്നിരിക്കുകയാണ്. ED ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതികളെയൊക്കെയും ചോദ്യം ചെയ്തു വരുന്നു. അവരുടെയൊക്കെ സാമ്പത്തിക ഇടപാടുകളൊക്കെ അന്വേഷിക്കുന്നു. അവരെ മണിക്കൂറുകളോളം ചോദ്യം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം മുരാരി ബാബുവിനെ 9 മണിക്കൂറാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തത്. ഇനി ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്നും വിവരങ്ങൾ അറിയേണ്ടതുണ്ട് എന്ന് ED പറഞ്ഞിട്ടുണ്ട്. ജയിൽ മോചിതനായി പുറത്തിറങ്ങുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കേണ്ടതുണ്ടെന്നും ED പറയുന്നു. അപ്പോൾ ഇനിയിപ്പം EDയുടെ കൂടി ഒരു രംഗപ്രവേശമാകും നമ്മൾ കാണുക ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്ക്. ഇനി ഇയാളുടെ ബാങ്ക് ഇടപാടുകൾ, ഇയാളുടെ പണമിടപാടുകളൊക്കെയും ദുരൂഹമാണ്. ഇയാളുടെ അക്കൗണ്ടുകളൊക്കെ നിലവിൽ ഈ കോടതി മരവിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ശബരിമലയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പണമിടപാടുകൾ നടത്തി, ആരൊക്കെ കണ്ടു, ആർക്കൊക്കെ പണം കൈമാറി, ആരിൽ നിന്നൊക്കെ ഇയാൾ പണം സ്വീകരിച്ചു തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഈ വലിയ വ്യക്തത വരേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പം ED ഈ നടത്തുന്ന ചോദ്യം ചെയ്യലൊക്കെ ഈ കേസുമായി ബന്ധപ്പെട്ട് നിർണായകമാകും. അങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റി 90 ദിവസമായിട്ടും SIT കുറ്റപത്രം ഈ കേസിൽ സമർപ്പിച്ചിരുന്നില്ല. അങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വാഭാവിക ജാമ്യം കിട്ടുന്നത്. അങ്ങനെ ആ ജാമ്യം കിട്ടി വളരെ സന്തോഷവാനായി കുടുംബത്തോടൊപ്പം പോകുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നത്. അങ്ങനെ ദേവൻ MP ആണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നതും.
ഈ ജയിലിൽ കഴിഞ്ഞ ഇത്രയും ദിവസമായി ജയിലിലായിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഈ കേസിന് ആസ്പദമായ വെളിപ്പെടുത്തൽ നടത്തുന്നത് പോലും ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയ ഒരു വെളിപ്പെടുത്തലിൽ നിന്നും തുടങ്ങുന്നതാണ് ഈ സ്വർണ്ണക്കൊള്ളയുടെ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കണ്ടുകൊണ്ടും അറിഞ്ഞുകൊണ്ടും ഇരിക്കുന്ന ഈ വലിയ കൊള്ളയുടെ ഇപ്പോൾ അന്തർ സംസ്ഥാന ബന്ധം പോലും ഈ കേസിൽ വന്നിരിക്കുന്നു. അങ്ങനെ ഇത്രയും വലിയൊരു കേസിന്റെ തുടക്കം പോലും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഒരു വെളിപ്പെടുത്തലിൽ നിന്നാണ്. ശബരിമല ഈ സംഗമവുമായി ബന്ധപ്പെട്ട് ഇതിന്റെ ഘട്ടത്തിൽ നടത്തിയ ഒരു വെളിപ്പെടുത്തലാണ്, അതിൽ നിന്നും തുടങ്ങിയതാണ്. പിന്നീട് അതാണ് ഇത്രയും വലിയൊരു വ്യാപ്തിയിൽ ഈ കേസ് എത്തി നിൽക്കാനുള്ള കാരണം. ഇപ്പോൾ മുഖ്യ സൂത്രധാരൻ തന്നെ സ്വാഭാവിക ജാമ്യമൊക്കെ കിട്ടി പുറത്തിറങ്ങി.